നമ്മുടെ ബേക്ക് മിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്തുമസ് കേക്ക് ഹലാലാണ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടക്കുന്നു. എനിക്കതിൽ രണ്ട് ആംഗിളാണ് തോന്നിയത്. എൻ്റെ പ്രധാനമായ ഒരു സംശയം, ഈ ബേക്ക് മിൽ എന്ന് പറയുന്ന കമ്പനിക്കാരൻ തന്നെ മുൻകൈ എടുത്ത് ഇത് ഈ നസ്രാണി ആർമി എന്നൊക്കെ പറയുന്ന ചില ഗ്രൂപ്പുകളിലൂടെ പ്രമോഷൻ നടത്തുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം വേറൊന്നുമല്ല, പണ്ട് ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ചില സംഗതികളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എതിർത്ത് സംസാരിച്ചാൽ കേരളത്തിലെ ആളുകളെല്ലാം കൂടി പിന്നെ പോയി കണ്ടത് വിജയിപ്പിക്കും എന്ന് പറഞ്ഞതുപോലെ വളരെ ചെറിയൊരു ശതമാനം വരുന്ന ചില രോഗങ്ങളുടെ പേരിൽ ക്രൈസ്തവ സമുദായത്തിനുള്ളിലുള്ള ചില രോഗികൾ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായി പ്രയോഗിച്ചിരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം മിക്കവാറും അതിൻ്റെ കച്ചവടം 4 ഇരട്ടിയെങ്കിലും വർദ്ധിക്കാൻ നല്ല സാധ്യതയുണ്ട്. മെക്സവൺ ഹിറ്റായതുപോലെ ഇനി ഈ പറയുന്ന കേക്കും ഹിറ്റാവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഏതായാലും ഈ അഭ്യാസങ്ങളെ കേരളത്തിൽ നടക്കൂ എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ വെറും വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത ചില അതിതീവ്ര സംഘികളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളഞ്ഞ കാര്യം ഇപ്പോൾ നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും പണ്ട് കാലം മുതലേ ഉയർന്ന വിദ്യാഭ്യാസവുമുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഒരു പ്രചാരവേല ഏറ്റെടുക്കുമ്പോൾ സത്യത്തിൽ അപമാനിക്കപ്പെടുന്നത് ഈ പ്രചാരവേല നടത്തുന്നവരാണ്. ഈ ചിലർ ചോദിക്കാറുണ്ട്, ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും മറക്കുന്ന പോത്ത് നീ കഴിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതി, ഇപ്പം ഇതൊക്കെ എല്ലാവരുമൊക്കെ കിട്ടുന്നിടത്തുനിന്ന് കഴിക്കുക. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ KFC പോയി കഴിക്കുന്നവരുണ്ട്, ചിക്കിങ്ങിൽ പോയി കഴിക്കുന്നവരുണ്ട്, കല്യാണ വീടുകളിൽ മുഴുവൻ പോയി കഴിക്കുന്നവരുണ്ട്. പിന്നെ പല ജാതിയിലും മതത്തിലും പെട്ടവരൊക്കെ വിവാഹ പാർട്ടി, ഇപ്പോൾ പിന്നെ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ഗെറ്റ് ടുഗദർ ഇങ്ങനെ നടത്തുന്നിടത്തൊക്കെ എല്ലാവരും ചിക്കനും ബീഫും ഒക്കെ കഴിക്കുക. ഈ കഴിക്കുന്നതിൻ്റെ സംഗതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അത് ആരർത്ഥതാണ് അല്ല എന്നുള്ളതൊക്കെ ഇരിക്കുമ്പോഴും രുചിയും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് ഇപ്പോൾ പ്രധാനം. ഇതിനിടയിൽ കുറേ ആളുകൾ അല്ലാത്ത സൂക്ഷ്മത നോക്കുന്നവരുണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. ചില വീട്ടുജോലിക്ക് ആളുകളെ നിർത്തുമ്പോൾ ചില പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുണ്ടാക്കുന്നത് കഴിക്കില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള പല അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഫേസ്ബുക്കും സൈബർ ഇടങ്ങളും ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അവർക്കതൊന്നും എഴുതാനും പറയാനും പുറത്തു പറയാൻ പോലും നാണക്കേടായിരുന്നു. സ്വന്തം മക്കൾക്ക് പോലും ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ അല്ലെങ്കിൽ ഉപ്പുപ്പാടെയും ഉമ്മുമ്മാടെയും കാര്യം അവരൊരു അപമാനമായിട്ടാണ് കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതൊക്കെ ഒരു അലങ്കാരവും ഒരു വിപണന സാധ്യതയുമാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഈ നസ്രാണി ആർമിയിലൂടെ പുറത്തുവിട്ട ഈ ബേക്ക് മിൽ എന്ന് പറയുന്ന കേക്ക്, ഇതിനെ ക്രിസ്തുമസ് കേക്ക് എന്നാണ് പറയുന്നത്. അത് ക്രിസ്തുമസ് കാലത്ത് വിൽക്കുന്നതുകൊണ്ട്, അല്ലാത്ത കാലത്ത് അത് വിൽക്കുമ്പം വേണമെങ്കിൽ പെരുന്നാൾ കേക്കാക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റംസാൻ കേക്കാക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്ത് ഈത്തപ്പഴം വെച്ചിട്ട് റംസാൻ പ്രത്യേക ഈത്തപ്പഴ കേക്കാക്കാം, ഇനി ഇതൊന്നുമല്ലെങ്കിൽ ആനിവേഴ്സറി കേക്കാക്കാം, ഇങ്ങനെയൊക്കെ ആക്കാം. അപ്പോൾ ഈ പറയുന്ന സംഗതി അല്ലെങ്കിൽ ഈ കേക്കെന്ന് പറയുന്ന സംഗതിയുടെ ഒരു മാർക്കറ്റെന്ന് പറയുന്നത് ക്രൈസ്തവ മതവിശ്വാസികളായ ഒരു നിശ്ചിത ശതമാനം ആളുകൾ, ഇത്ര % ആളുകൾ, ആ ആളുകളിൽ തന്നെ കുറച്ച് ഞരമ്പ് രോഗികളായ ഇവർ കുറേ പേർ തിരസ്കരിക്കുന്നു എന്നിരിക്കട്ടെ. സാധാരണ ആളുകളെല്ലാം നോക്കുന്നത് അതിൻ്റെ രുചി, വില, ഇത്തരം ചില സംഗതികളാണ്. ഇനി ക്രിസ്ത്യാനികൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കാക്കാമാർക്കിടയിൽ ഒരു ആവേശം കൂടി കത്തിപ്പടർന്നാൽ ഈ കേക്ക് പിന്നെ പിടിച്ചാൽ കിട്ടൂല. എന്താണെന്ന് വെച്ചാൽ ഇത് അവർ തിരസ്കരിച്ച കേക്ക് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇനി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു എന്നൊരു തീരുമാനമെടുത്താൽ 10-30% പേര്, അത് മാത്രവുമല്ല എന്തും വാങ്ങിക്കാനുള്ള ധൈര്യം, അതിനെന്തും ചിലവാക്കാനുള്ള മനസ്സ്, ഇതെല്ലാം കൂടെ ഒത്തു വന്നാൽ ഈ കേക്കുകാരൻ അങ്ങ് രക്ഷപ്പെടും. യഥാർത്ഥത്തിൽ അതിനാണോ യവനിത് ചെയ്യിക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഏതായാലും കേക്ക് അടിപൊളിയായിട്ട് ഹിറ്റായി. അതുതന്നെ അതിൻ്റെ ബാക്കി ചിത്രം.